നിങ്ങളുടെ ഈ വിഷമങ്ങളൊക്കെ എനിക്ക് മനസ്സിലാവും. അധികാര കസാരയിലേക്ക് കയറി വരാൻ പറ്റാത്തതും അവതരിപ്പിക്കുന്ന പരിപാടികളെല്ലാം പരാജയമാകും പോകുമ്പോൾ സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന ഒരു വിഷമമാണ്. ആ വിഷമത്തിന് രാമനെ കുറിച്ച് പറഞ്ഞതുകൊണ്ടോ ഭരതനെ കുറിച്ച് പറഞ്ഞതുകൊണ്ടോ ലക്ഷ്മണനെ കുറിച്ച് പറഞ്ഞുകൊണ്ടോ ഞാൻ സ്വപ്നം കണ്ട അയോധ്യ ഇങ്ങനെ ആയിരുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ടൊന്നും കാര്യമില്ല. ഞങ്ങൾ അത് കൃത്യമായി പറഞ്ഞിട്ടുള്ളതാണ്. ഞങ്ങൾ അത് കൃത്യമായി നടപ്പിലാക്കുകയും ചെയ്യും. അയോധ്യ എന്ന് മാത്രമല്ല, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളെയും ജാതി മത വർഗ വർണ്ണ വിവേചനമില്ലാതെ വളർന്നു വരുന്ന യുവതലമുറയെ അടക്കം കൂട്ടിപ്പിടിച്ചുകൊണ്ട് പ്രായോഗികമായിട്ടുള്ള വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടുള്ള ദിശാബോധമുള്ള ശൈലിയിലേക്ക് ഈ നാടിന്റെ വികസന സ്വപ്നങ്ങളെ ഞങ്ങൾ വളർത്തിക്കൊണ്ടുവരും. അതിൽ മതത്തിന് ജാതികൾ അല്ലെങ്കിൽ വിശ്വാസം ഇഷ്ടമുള്ളവർക്ക് വിശ്വസിക്കാം, ദൈവവിശ്വാസം ഇഷ്ടമുള്ളവർക്ക് ദൈവത്തെ വിശ്വസിക്കാം. ഒരു പ്രയാസം ഞങ്ങൾക്കില്ല. ഞങ്ങൾ ക്രിസ്ത്യാനിക്കും എതിരല്ല, മുസ്ലിമിനും എതിരുമല്ല. ഞങ്ങൾ ഹൈന്ദവരെ മാത്രം സംരക്ഷിക്കുന്നു എന്ന ആരോപണവും ശരിയല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ സമൂഹത്തിനകത്ത് വിശ്വാസികൾ വിശ്വാസം മുന്നോട്ട് കൊണ്ടുപോയിക്കോട്ടെ, വിശ്വാസമില്ലാത്തവർ അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിക്കോട്ടെ. ഇന്ത്യക്കകത്തിരുന്നു കൊണ്ട് ഇന്ത്യയെ കൊഞ്ഞനം കുത്തുന്ന, ഇന്ത്യയെ ഒറ്റിക്കൊടുക്കുന്ന, ഈ നാടിനോട് മോശത്തരം കാണിക്കുന്ന ആളുകളെ തെങ്ങുംപുള്ളിയുടെ പാർട്ടികൾ കൂട്ടിപ്പിടിച്ച് കൊട്ടയിലാക്കി വന്നാലും ഞങ്ങൾ അതിനെ എതിർക്കും. അതിന് മാത്രമാണ് ഞങ്ങൾ കൃത്യമായി പറഞ്ഞിരിക്കുന്നത്. 0% ടെററിസം. അത് പരിപൂർണമായി ഞങ്ങളുടെ ആപ്തവാക്യം തന്നെയാണ്. ഇവിടെ ഒരാൾക്കും ഏത് കോൺഗ്രസ് അതിനെ സംരക്ഷിച്ചാലും, ഏത് കോൺഗ്രസിന്റെ പാർട്ടിക്കകത്ത് അതിന് സംരക്ഷണം കൊടുക്കുന്ന പാർട്ടികൾ ഉണ്ടായാലും അതിനെ ശക്തമായി നേരിടാനുള്ള പ്രാപ്തി ഈ ഭാരതീയ ജനതാ പാർട്ടിക്കുമുണ്ട്, ഞങ്ങളുടെ സർക്കാരിനുമുണ്ട്. ഒരു സംശയലേശം പിന്നെ പറയാം. ഞങ്ങൾ പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങൾ കൃത്യമായിട്ട് നടപ്പിലാക്കുന്ന പാർട്ടിയാണ്, അതിനുള്ള പ്രാപ്തിയുള്ള പാർട്ടിയാണ്. അത് കണ്ടിട്ട് കണ്ണീരൊലിച്ച് നിന്നിട്ട് കാര്യമില്ല. തെങ്ങുംപുള്ളി നിങ്ങൾ ഇങ്ങോട്ട് പോരെ, നമുക്ക് ഭംഗിയായിട്ട് ഒരുമിച്ച് മുന്നോട്ട് പോകാം. അവിടെ നിന്നിട്ട് കാര്യമില്ല. ആ പാർട്ടി ഈ കേരളത്തിൽ പോലും അധപതിക്കാൻ പോവുകയാണ്. ഈ തെങ്ങുംപുള്ളി ഒരു കാര്യം കൂടി മനസ്സിലാക്കിക്കോ, വരാൻ പോകുന്ന നിയമസഭയിൽ തെങ്ങുംപുള്ളിയുടെ പാർട്ടി ഉണ്ടല്ലോ കോൺഗ്രസ്, ഈ കേരളത്തിലെ തകർന്ന് തരിപ്പണമാകുമെന്നുള്ളത് എഴുതി വെച്ചോ. തമ്മിൽ തല്ലി നശിക്കുകയും വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടില്ലാതെ വികസന സ്വപ്നങ്ങളില്ലാതെ ഈ കേരളത്തിൽ ഒന്നുമല്ലാതെ പോകുന്ന ഏക പാർട്ടി നിങ്ങളുടെ പാർട്ടിയായിരിക്കും തെങ്ങുംപുള്ളി. അതുകൊണ്ട് അതൊക്കെ ഒന്ന് കൃത്യമാക്കാൻ നോക്ക്. എന്നിട്ട് ഇന്ത്യ മഹാരാജ്യത്തെ ലോകരാഷ്ട്രങ്ങളിൽ ഇത്ര കൃത്യമായി വളർത്തി വലുതാക്കിക്കൊണ്ട് വന്ന വ്യക്തിയെ കുറ്റം പറയാമോ? ആദ്യം സ്വന്തം പാർട്ടി ഒന്ന് ശരിയാക്കുക സാർ. സ്വന്തം പാർട്ടിയുടെ തമ്മിൽ തല്ലുകളും അവിടുത്തെ കാഴ്ചപ്പാടുകളൊക്കെ ഒന്ന് കറക്റ്റാക്കുക. സലീം മടവൂരിനെ പോലെയുള്ള ആളുകൾ പറഞ്ഞു ഞങ്ങൾ വർഗീയവാദികളാണ്. ഞങ്ങൾ സലീം മടവൂർ OBC പൊളിറ്റിക്സ് അങ്ങ് പറഞ്ഞു. ബഹുമാനനായിട്ടുള്ള പ്രധാനമന്ത്രി ആദരണീയ നരേന്ദ്രമോദിയാണ് പ്രാണപ്രതിഷ്ഠ നടത്തിയത്. OBC രാഷ്ട്രീയം പറയുന്ന ബഹുമാനായ സലീം മടവൂർ അങ്ങ് അടിവരയിട്ടതൊന്ന് നോക്കണം. ആ OBC പൊളിറ്റിക്സ് അങ്ങ് കൃത്യമായും സത്യസന്ധമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ OBCക്കാരൊക്കെ എല്ലാ കാര്യങ്ങൾക്കും മുന്നോട്ട് വരുന്നുണ്ട് സാർ. പിന്നെ സലീം മടവൂരിനെ പോലെയുള്ള ആളുകളൊക്കെ ഭാവിയിൽ ഈ ഒരു പ്രത്യയശാസ്ത്രവും ഈ പ്രവൃത്തിയും ഈ വികസനവും ഒക്കെ നല്ലതാണെന്ന് പറയേണ്ട ആളുകളാണ്. അതുകൊണ്ട് ഞാൻ വളരെ കൃത്യമായിട്ട് പറയാം, ഈ വികസന സങ്കല്പത്തിൻ്റെ യാത്രയിൽ, ഈ വികസന യാത്രയിൽ നിങ്ങളും കൂടിയും കൈപ്പിടിച്ച് മുന്നോട്ട് വരണമെന്നാണ് ഞങ്ങൾക്കൊക്കെ പറയാനുള്ളത്. നിങ്ങൾ വാ, അടുത്ത 2024 തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ വികസന സങ്കല്പം എന്ന് പറഞ്ഞാൽ 2019 മികച്ചതായിരിക്കും. കാരണം ആ പറഞ്ഞ കാര്യങ്ങൾ കഴിഞ്ഞു. ഇനി 2024 പുതിയ ഇന്ത്യക്ക് വേണ്ടിയുള്ള, മോദിയുടെ ഗ്യാരണ്ടിക്ക് വേണ്ടിയുള്ള യാത്രയാണ്. അതിലൊക്കെ നിങ്ങൾ പങ്കാളികളാവണം. അല്ലാതെ വെറുതെ കൊഞ്ഞൊരു മുതി സമയം കളഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ലോകണി